ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലബുബു എന്ന് പറയുന്ന രാക്ഷസ പാവയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. ലോകത്തിലെ മുഴുവൻ ആളുകളും ഇന്ന് ഈ രാക്ഷസ പാവയുടെ പുറകെയാണ്. ഈ പാവയെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് യാതൊരു വിധത്തിലും ചലനമില്ല, ലൈറ്റ് കത്തില്ല, ഡാൻസ് ചെയ്യില്ല, പാട്ടുപാടില്ല. വെറും ഒരു പാവ മാത്രമാണിത്. എന്നിട്ടും എന്തിനാണ് ഈ പാവ മേടിക്കാൻ ഒരു നീണ്ട നിര തന്നെ ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൂർത്ത ചെവികളും നീണ്ട പല്ലുകളുമാണ് ഇതിൽ കാണപ്പെടുന്നത്. വളരെ രോമാമൃതമായിട്ടുള്ള, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ശരീരഘടനയാണ് ഈ വിടർന്ന കണ്ണുകളുള്ള പാവയ്ക്കുള്ളത്. വ്യത്യസ്തമായ ഇമോഷണൽ ഉള്ളൊരു പാവയാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ബ്ലൈൻഡ് ബോക്സിലായിട്ടാണ് കാണപ്പെടുന്നത്. ലബുബു ഡോളിനെ കുറിച്ച് പറയുമ്പോൾ ആ രണ്ടാളുകളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അതിൽ ഒന്നാമനായി വാങ് നിങ് എന്ന് പറയുന്ന ബിസിനസ്സുകാരനാണ്, രണ്ടാമതായി കാസിംഗ് ലെങ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റുമാണ്. ഇവരുടെ ഒരു ഒത്തുചേരലാണ് ഈ ബ്രാൻഡ് പാവയുടെ പിന്നിലുള്ളത്. വാങ് നിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോയ് ഷോപ്പ് തുടങ്ങി. അതും അഡൽട്സിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഷോപ്പ് തുടങ്ങിയത്. ആളുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് ബ്ലൈൻഡ് ബോക്സിലായിരുന്നു ടോയ്സ് വെച്ചിരുന്നത്. ഇത് ആളുകളുടെ ആകാംക്ഷ വർദ്ധിപ്പിച്ചു. ഇത് അദ്ദേഹത്തിന് ഒരു മുതൽക്കൂട്ടായി. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത ലാഭമൊന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാസിംഗ് ലെങ് എന്ന വ്യക്തി കഥയിലേക്ക് വരുന്നത്. ഹോങ്കോങ്ങിൽ ജനിച്ച ഇദ്ദേഹം കുട്ടികളുടെ പുസ്തകകാരൻ എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. നാടോടി കഥകൾ കേട്ട് വളർന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. 2011 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സ്റ്റോറി സീരീസിന്റെ വിപണിയിൽ കൊണ്ടുവന്നു. നോസ് മിത്തോളജിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റോറി സീരീസ് ഇദ്ദേഹം വിപണിയിലേക്ക് എത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലെ തൊട്ട് കേട്ട് വളർന്ന വ്യത്യസ്തമായ കഥകളും നാടോടി കഥകളും ചേർത്താണ് ദ മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി സീരീസ് അദ്ദേഹം തയ്യാറാക്കുന്നത്. ഈ സീരീസിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ലബുബു എന്ന് പറയുന്ന കുഞ്ഞു രാക്ഷസൻ. മോൺസ്റ്റേഴ്സ് ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരുപാട് മിത്തുകൾ നിറഞ്ഞ, ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു കാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗോത്രം. ആ ഗോത്രത്തിൽപ്പെട്ട രാക്ഷസന്മാരുടെ കൂട്ടത്തിലെ ഒരു കുഞ്ഞു രാക്ഷസനാണ് ലബുബു. രാക്ഷസൻ എന്ന് പറയുമ്പോൾ അത്ര പ്രശ്നക്കാരനായിട്ടല്ല കാസിംഗ് ലെങ് അവതരിപ്പിച്ചിരിക്കുന്നത്. ക്യൂട്ടായിട്ടുള്ള, ഫിയർലെസ് ആയിട്ടുള്ള, വളരെ നോട്ടി ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ കഥാപാത്രമായിട്ടാണ് കാസിംഗ് ലെങ് ലബുബുവിനെ വെച്ചിരിക്കുന്നത്. 2015, 2016, 2017 ഒക്കെ ആയപ്പോഴാണ് ഈ ഒരു സ്റ്റോറി സീരീസ് ആളുകളുടെ ഇടയിൽ വളരെ വേഗത്തിൽ സ്വീകാര്യമായി വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ടോയ് ബ്രാൻഡായിട്ട് കൊളാബ് ചെയ്തു. ഇദ്ദേഹം ഒരു എക്സിബിഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു വലിയ ജനശ്രദ്ധ ഈ ഒരു ടോയിലേക്ക് തിരിയുന്നത്. 2018 ഇതൊരു ടേണിംഗ് പോയിന്റിലേക്ക് തിരിഞ്ഞത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോപ്പ് മാർട്ട് എന്ന ടോയ് ബ്രാൻഡിന്റെ നടത്തിയിരുന്ന വാങ് നിങ് ആയിട്ട് ഇവർ കൈകൊടുത്തു. ഇരുവരും കൊളാബറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതിനുശേഷം മിസ്റ്ററി ബോക്സുകളിലായി ലബുബു ഡോൾ വിപണിയിലേക്ക് ഇറങ്ങി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ബ്ലൈൻഡ് ബോക്സുകളിലൂടെയാണ് ഇത് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചത്. ഇത് കീ ചെയിനായും കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു മെറ്റീരിയലായും ആളുകൾ കരുതാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ വഴി മേടിക്കുന്നവരുടെ അൺബോക്സിംഗ് വീഡിയോ വരെ വൈറലാകാൻ തുടങ്ങി. ലബുബു കളക്ഷൻ ഫാഷൻ രംഗത്തുള്ള ആളുകളിലും ഒരു ട്രെൻഡായി മാറി. ലബുബു എന്ന ടോയ് ഒരു പോപ്പ് മാർട്ട് എന്ന ബ്രാൻഡിന് വൻ ലാഭമാണ് നേടിക്കൊടുത്തത്. ഈ ഒരു പാവയെ മേടിക്കാൻ വരുന്ന ആളുകളുടെ തിരക്ക് മൂലം ഒരാൾക്ക് ഒരു ദിവസം ഒരു പാവയെ മേടിക്കാൻ പറ്റൂ എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻസ് വരെ ഉണ്ടാക്കേണ്ടതായിട്ട് വന്നു. ചിലർ ഇതിനെ ഒരു തെറാപ്പി ആയിട്ടാണ് കാണുന്നത്, ഈ ഒരു ടോയിനെ. അതുപോലെ തന്നെ ചിലർ ഒരു മാർക്കറ്റ് വാല്യൂ നോക്കി മേടിച്ച് വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ കളക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇതാണ് ലബുബുവിൻ്റെ ചരിത്രം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.